പലമ്പണി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അങ്ങനെ ഓവർ ബ്രിഡ്ജിന്റെ പണി കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഈ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഈ കവിളുകളിലേക്ക് കിടക്കും. എനിക്ക് ഏറ്റവും കോംപ്ലക്സ്, ഞാൻ വെള്ളം കുടിച്ചവർ എൻ്റെ കവിളിനെയാണ് എഫക്ട് ചെയ്യുക. എന്നാ ഞാൻ ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അത് എൻ്റെ കവിളിനെയാണ് എഫക്ട് ചെയ്യുക. എന്നാ പിന്നെ തടി കുറച്ചാൽ പോരെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണ്ടാവും. ഇത് എത്തിക്സിലില്ലാത്ത കോണ്ടോറിംഗ് ആണ്. സിജന് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പറയും പഠിച്ച് എത്തിക്സ് വിടൂ, എന്റെ കവളൊന്ന് ചെറുതാക്കാൻ മൊത്തത്തിൽ വരച്ചു വെക്കൂ എന്ന് പറയണ പോലെ അനാറ്റമി പോലെ കംപ്ലീറ്റ്ലി ഇപ്പൊ ചന്നം ഭിന്നം എന്ന് പറഞ്ഞ വരയ്ക്കും. നല്ല തടി കൂടുതലുള്ള ആൾക്കാരെ എങ്ങനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കൊടുക്കും. തടി കൂടുതലെന്നല്ല കേട്ടോ, ഞാൻ ബോഡി ഷേമിങ് ചെയ്യല്ല. എന്നെ പോലെ കവള് കൂടുതലുള്ളവർക്കുള്ള ഒരു ഹാക്ക്, ഒരു ടെക്നിക്. എപ്പോഴും നോർമലി നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഡിപ്പെൻഡ് ഇങ്ങനെയാണ് കോൺട്ര ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടെ മോളിൽ നിന്ന് താഴേക്ക് കോൺട്ര ചെയ്യാം. ഇത്തിരി കവള് കൂടുതലുള്ളവര് ഇങ്ങനെ എങ്ങനെ ഇപ്പുറത്ത് ചെയ്ത് കാണിച്ചു തരും. എങ്ങനെ ഈ ഒരു ഭാഗം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒരു ബ്രഷിൽ കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത്. കാരണം ഈ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ആണെങ്കിലും നല്ല. ഇപ്പൊ സെൽഫ് ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് കുറച്ചുകൂടെ നല്ലത്. വര തീർന്നിട്ടില്ല കേട്ടോ, ഇനി മൊത്തത്തില് മാപ്പ് വരയ്ക്കാൻ പോണേയുള്ളൂ. മേക്കപ്പിന്റെ ഏറ്റവും സ്ട്രെങ്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് കോണ്ടോറിംഗില്ല. ഫേസിനെ ഇങ്ങനെ നമ്മളിങ്ങനെ വരച്ചു വെച്ച പോലെ ഷേപ്പ് ചെയ്തെടുക്കില്ലേ, കവളൊക്കെ ഇങ്ങനെ ഒതുക്കി. അല്ലെങ്കിൽ എത്ര മേക്കപ്പ് ചെയ്താലും ഫ്ലാറ്റ് ഫീൽ വരും. കണ്ടോ കണ്ടോ ഇവിടെ ഷേപ്പ് പറഞ്ഞുണ്ടോ? ഇതായിട്ടില്ല, ഇത് ഇനിയിപ്പോ പണിയാൻ പോണേ ഉള്ളൂ. കണ്ടോ ഷേപ്പ് പറഞ്ഞുണ്ടോ? അപ്പൊ തന്നെ ഒന്ന് ഒതുങ്ങി കവള്.